നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? മലയാളികളുടെ ഒരു പുതിയ വർഷം ഓടി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാ ബിസിനസ് ഓണേഴ്സും അടുത്ത വർഷം എങ്ങനെ ഉണ്ടാവും, അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. എനിത്തിങ് വി ക്യാൻ ചേഞ്ച്, എന്തെങ്കിലും നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുമോ, ഒരു ഉയർച്ച കൊണ്ടുവരാൻ പറ്റുമോ, നമ്മുടെ ബിസിനസ് കൂട്ടാൻ പറ്റുമോ എന്ന് ഭയങ്കര ചിന്തയിലാണ് ഇരിക്കുന്നത്. യെസ്, നമുക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ബിസിനസ് റൺ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സ്കെയിലിംഗ് വേണ്ടേ, ഗ്രോത്ത് വേണ്ടേ, ഉയർച്ച വേണ്ടേ? നിങ്ങൾക്ക് ടീം സൈസ് കൂട്ടണ്ടേ, ഓഫീസ് വലുതാക്കണ്ടേ, കസ്റ്റമേഴ്സ് കൂട്ടണ്ടേ? നമുക്ക് പ്ലാൻ ചെയ്യാം അടുത്ത കൊല്ലം നമ്മൾ എന്താ ചെയ്യാൻ പോകണം. റൈറ്റ്? നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു പേടിയുള്ള സാധനമാണ് സിസ്റ്റംസ്, IT, ടെക്നോളജി, സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ പേടിയാണ് സാധാരണ. നമ്മുടെ നാട്ടില് ചെറിയ ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ് തുടങ്ങാനുള്ള റിസ്ക് എടുത്ത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ആൾക്കാർക്കും ഇതിനെ പറ്റി പേടിയുണ്ട്. അത് മാറ്റിക്കളയണം. ആ കാലം കഴിഞ്ഞു. AI വന്നു. സോ ഈസി. എത്ര ഈസിയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ, നമുക്ക് പഠിക്കാൻ, ടെക്നോളജിയെ പറ്റി പഠിക്കാൻ. ആ ChatGPT എടുത്തിട്ട് ഒന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരും. അതിന് ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. ഈ ലോകം നമ്മൾ നോക്കുമ്പോൾ പല ബിസിനസ്സും പല ഏരിയയിൽ, പല സ്ഥലങ്ങളിൽ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് ഒറ്റ കാരണം അവർ ടെക്നോളജിയെ കൂടെ പിടിച്ചു. റൈറ്റ് ഹാൻഡ് ആയിട്ട് ടെക്നോളജി പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യും. നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാം, നമുക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഈ വർഷം നമ്മുടെ ബിസിനസ് അറ്റ്ലീസ്റ്റ് 2 times മിനിമം എന്ത് വന്നാലും നമ്മൾ ഗ്രോ ചെയ്യും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സേവിങ്സ്, നമുക്ക് ബിസിനസ് കിട്ടുന്ന പ്രോഫിറ്റ്സ് എങ്ങിട്ടായിട്ടുണ്ട്. ഒന്ന് നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാനും, രണ്ടാമത് നമുക്ക് പഠിക്കാനും. നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ്. ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, മതി, പഠിത്തം കഴിഞ്ഞു, ദി എൻഡ് ഓഫ് ലേണിംഗ്. അല്ല, ലേണിംഗ് ഓൾവേസ് വേണം, പഠിത്തം എന്നും വേണം. അപ്പോഴേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഈ പുതുവർഷം വളരെ അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും. നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ. അടുത്ത കൊല്ലം നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ബിസിനസിന്റെ ടേൺ ഓവറിന്റെ 2 3 മടക്കം ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എന്റെ വക all the wishes and prayers to you and your family. Have a happy, great, enjoyable and progressive new year. Happy wish to you all.